സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് വടകരയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 500-ലധികം ആളുകൾ സമ്മേളനത്തിന്റെ ഭാഗമാകും. വാർത്തയുടെ വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, വിവരങ്ങൾ. വൃന്ദ, 15 വർഷം മുൻപാണ് ഈ വടകരയിൽ ജില്ലാ സമ്മേളനത്തിന് വേദിയായിരുന്നത്. ഇപ്പോൾ വീണ്ടും വടകരയിൽ 15 വർഷത്തിന് ശേഷം വീണ്ടും വടകരയിൽ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഉദ്ഘാടനവും അതുപോലെ തന്നെ സമാപന സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിർവഹിക്കുക. അതുകൂടാതെ തന്നെ ഇനിയുള്ള 3 ദിവസങ്ങളിൽ പരിപാടിയുടെ 3 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഭാഗമായി തന്നെ തുടരും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാവും. കൂടാതെ മറ്റ് MLA-മാരും MP-മാരും കൂടാതെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പരിപാടിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകും. കൂടുതലായും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഇത്തവണത്തെ ഒരു ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഉറപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് പി മോഹനൻ മാസ്റ്റർ അടക്കം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 തവണ 3 ടൈം ജില്ലാ സെക്രട്ടറി സ്ഥാനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ് പി മോഹനൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്ന് തുടരുമോ അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇക്കഴിഞ്ഞ 3 തവണയും ഞാൻ തന്നെയായിരുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നിരുന്നത്. ഇനി മറ്റു ആളുകൾക്ക് ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 5 ആളുകളുടെ പേരാണ് നിലവിൽ പി മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. അതുകൂടാതെ തന്നെ ജില്ലാ കമ്മിറ്റിയിലടക്കം ഇനി മുൻപോട്ട്, അതായത് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ മുന്നോട്ട് വന്ന് വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നതായും മോഹൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും, പാർട്ടിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇത്തവണ ഈ ഒരു സമ്മേളനത്തിൽ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ രീതിയിൽ കീഴ്ഘടകങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ ഇടപെടൽ തന്നെയാണ് അത് വലിയ രീതിയിലൊരു ശക്തി കേന്ദ്രമായി തന്നെ ഉയരുകയും ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വൃന്ദ, ശരി, അഭിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.